അപ്പോൾ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു മുല്ലപ്പൂമാല തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ഈ ജാസ്മിൻ ബഡ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് പോയാലോ? നമുക്ക് സോളാർ വുഡാണ് അതിന് മെയിൻ ആയിട്ട് വേണ്ട സാധനം. ഇതൊരു മരത്തിൽ നിന്ന് എടുക്കണ കാരണം ഇങ്ങനെ ഹോളൊക്കെ ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പീസിൻ്റെ നിന്ന് നമുക്ക് 2 ബഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് തെർമാക്കോളിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ സൈസ് അല്ല വേണ്ടത്, കുറച്ച് വലിയ സൈസ് വേണം. അപ്പം നമുക്ക് വേറൊരു സൂത്രപ്പണി വെച്ച് നമുക്ക് ഇതൊന്ന് വലുതാക്കി എടുക്കാം. നമുക്ക് വീഡിയോയിൽ പിന്നെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഗ്രീൻ ടാപ്പ് ചെറിയൊരു പീസ് മതി കേട്ടോ. പിന്നെ ഒരു ത്രെഡ് വേണം, വൈറ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ ജാസ്മിൻ ബഡ്സ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഒരു ചെറിയൊരു പീസ് മാത്രം മതിയിട്ട് നമുക്ക് ഒരു ബഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 തെർമാക്കോളാണ് ഞാൻ പറഞ്ഞില്ലേ, ചെറുതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് വലുതാക്കാൻ വേണ്ടി കുറച്ച് എന്താ പറയുക, ഒരു വലിപ്പം തോന്നണ്ട, ബഡ്സ് കുറച്ച് വലിപ്പം തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എണ്ണം എടുത്തു. പിന്നെ ഈ സോളാർ വുഡിൻ്റെ തന്നെ വേസ്റ്റ് പീസുകൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരും, അതും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് ആണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ച് വലിപ്പം തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഐഡിയ ഉപയോഗിച്ചത്. ഇനി തെർമാക്കോൾ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ ആയാലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസാക്കി മടക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിതേ നൂലൊക്കെ വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് ഗ്രീൻ ടാപ്പും വെച്ച് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജാസ്മിൻ ബഡ്സ് നമ്മളിവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ എല്ലാ ജാസ്മിൻ ബഡ്സും നമ്മൾ സെറ്റ് ആക്കി എടുത്തുള്ളത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് മാല ഉണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വൈറ്റ് ത്രെഡില്ലേ, ഇത്തിരി കട്ടിയുള്ളത്, അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ അക്രിലിക്കിന്റെ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്തതിന് കളർ ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കാം, കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അറ്റം നമ്മൾ കോർത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിലാണ് നമ്മൾ 2 ബഡ്സ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ടൈറ്റ് ആക്കി വലിച്ച് മുറുക്കുക. അടുപ്പിച്ച് കെട്ടാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആദ്യം കെട്ടുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പൊക്കെ കുറച്ച് വരും, എന്നാലും അടുപ്പിച്ച് കെട്ടാനായി ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് നമുക്ക് കോർക്കാം, അതൊരു വേറെ മെത്തേഡ്. ഇതാകുമ്പോൾ ശരിക്കും നമ്മൾ മുല്ലപ്പൂ എങ്ങനെയാണ് നമുക്ക് കോർക്കുക അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളിയാണ് കേട്ടോ. മുല്ലപ്പൂവിനൊക്കെ നല്ല റേറ്റ് ആവും ഓണത്തിന്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വർക്ക്? I hope you enjoyed the video. Please like, share, subscribe. Thanks for watching guys. Bye bye.